ഫൈസൽ അൽക്കന്തരി MP സമർപ്പിച്ച കരട് നിർദ്ദേശമാണ് കുവൈത്ത് നാഷണൽ അസംബ്ലിയിലെ നിയമകാര്യ സമിതി നാളെ ചർച്ച ചെയ്യാനൊരുങ്ങുന്നത്. കുവൈത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ധനവിനിമയങ്ങൾക്ക് പരമാവധി 5% വരെ റെമിറ്റൻസ് ടാക്സ് ഈടാക്കണമെന്നതാണ് കരട് നിർദ്ദേശത്തിന്റെ കാതൽ. 100 ദിനാർ വരെയുള്ള വിനിമയങ്ങൾക്ക് 2%, 500 ദിനാർ വരെയുള്ള ഇടപാടുകൾക്ക് 4%, 500-ന് മുകളിലാണെങ്കിൽ 5% നികുതി ഈടാക്കണമെന്നാണ് കരട് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. നികുതി അടക്കാതെ അനധികൃത മാർഗങ്ങളിലൂടെ വിദേശങ്ങളിലേക്ക് പണമയക്കുന്നവർക്ക് 6 മാസം വരെ തടവും 10,000 ദിനാറിൽ കവിയാത്ത പിഴയും ചുമത്തണമെന്നും കരട് നിയമം അനുശാസിക്കുന്നു. നികുതി ഈടാക്കാൻ മണി എക്സ്ചേഞ്ചുകളെയും ബാങ്കുകളെയും ചുമതലപ്പെടുത്തണമെന്നും നിയമം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ധനമന്ത്രാലയം നടപടികൾ കൈക്കൊള്ളണമെന്നും ബില്ലിൽ നിർദ്ദേശമുണ്ട്. വിദേശ തൊഴിലാളിക്ക് 1 മാസം നാട്ടിലേക്ക് അയക്കാവുന്ന പരമാവധി തുക അയാളുടെ ശമ്പളത്തിന് സമാനമാക്കി പരിമിതപ്പെടുത്തണമെന്ന നിർദ്ദേശവും ഇതോടൊപ്പം പരിഗണിക്കും. റെമിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്താനുള്ള നീക്കം വിപരീത ഫലമുണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടവും ഇതുകൊണ്ട് GCC രാജ്യങ്ങളിലെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ലഭിക്കുകയില്ലെന്നും അന്താരാഷ്ട്ര നാണ്യനിധി കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. നികുതി അടിച്ചേൽപ്പിച്ചാൽ വിദേശികളെ ആകർഷിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഗൾഫ് രാജ്യങ്ങൾ പിറകോട്ടു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നായിരുന്നു IMFന്റെ മുന്നറിയിപ്പ്. എന്നാൽ അന്താരാഷ്ട്ര നാണ്യനിധിയുടെ എതിർപ്പ് തള്ളി നികുതി നിർദ്ദേശവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് സൂചനകൾ. മീഡിയ 1, കുവൈറ്റ് സിറ്റി.